ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഇന്ന് രാവിലെ ഇതൊരു 6 മണി സമയമാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് എണീറ്റ ടൈമാണ്. രാവിലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഫസ്റ്റ് തൈറോയിഡ് ഗുളിക അത് മറക്കാൻ പാടില്ല കേട്ടോ. അത് ആദ്യമേ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാപ്പി ഇടുവാണ്. ഞാൻ സാധാരണ കാപ്പി കുടിക്കാറില്ല. കട്ടൻ ചായപ്പൊടിയില്ലേ, അതിട്ടുള്ള കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ കുടിച്ചു. എനിക്ക് ഇച്ചിരി തലവേദനയായിട്ട് തോന്നി. പിന്നെ അടുപ്പത്തെ തീയൊക്കെ കത്തിച്ചു. ചോറ് ചൂടാക്കാൻ ഫസ്റ്റ് പണി കേട്ടോ. കാരണം ഹസ്ബൻഡിന് ചോറ് കൊടുത്ത് വിടണം. അപ്പോൾ അതുകൊണ്ട് ചോറ് ചൂടാക്കി. അതിനുശേഷം ഓരോരോ പണിയിലാണ്. പയറ് മെഴുക്ക് പുരട്ടിയാണിത്. കറി ഇന്നലെ രാത്രി മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും പൊപ്പ എണീറ്റു കേട്ടോ. ഇന്ന് നേരത്തെ ആൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവളെ ഇച്ചിരി നേരം കൊഞ്ചിച്ചിട്ട് ഒന്ന് വാക്കറിലിരുത്താമെന്ന് കരുതിയതാണ്. പക്ഷേ ആൾ ഇച്ചിരി കരഞ്ഞു കേട്ടോ. കുറച്ച് നേരം അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങ് ഓക്കെ ആയേ. യൂട്യൂബിനെ പറ്റിയോ ഇതിലിടുന്ന വീഡിയോനെ പറ്റിയോ വലിയ അറിവൊന്നും എനിക്കില്ല കേട്ടോ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി തുടങ്ങിയ ചാനലാണേ. സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മുറ്റം അടിക്കുവാണ്. ഇച്ചിരി കരിയിലേക്ക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ടൈം കിട്ടുന്ന സമയത്ത് എനിക്ക് മുറ്റം അടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പനിക്കൂർക്കയുടെ ഇലയാണേ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ട് അതിലിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞു. ദോശമാവാണ്. ദോശമാവിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതായതുകൊണ്ട് കുറച്ച് നേരം എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ നേരത്തെ ഞാനതൊന്ന് കലക്കി വെച്ചു. സാമ്പാറാണ് കേട്ടോ. ഇത് തട്ടിക്കൂട്ട് സാമ്പാറാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ദോശയും, സാമ്പാറും ഇഡ്ഡലിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാമെന്ന് കരുതി. അതിനിടയ്ക്ക് തന്നെ ഞാൻ അരി അടുപ്പത്ത് ഇടാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അടുപ്പിൽ തീയുള്ളപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓരോന്നോരോന്ന് പെട്ടെന്ന് ചെയ്താൽ മതി. ഫോണിലെ ക്യാമറയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിലാണ് എടുക്കുന്നതെങ്കിൽ ക്ലാരിറ്റിക്ക് കുറച്ച് കുറവൊക്കെ വരും. ക്യാമറാമാനും ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കാറ്. അല്ലെങ്കിൽ ഹസ്ബൻഡോ മോനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ എടുപ്പത്തിരിപ്പുണ്ടേ. ആളിന് അത്ര ശരിയല്ല കോള്. അതുകൊണ്ടാണ് കേട്ടോ പല്ല് തേക്കുമ്പോഴും കൂടെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും കുക്കറിൻ്റെ വിളി വന്നേ, സാമ്പാറായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു, മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തു, മസാലയൊക്കെ ഇട്ട് കലക്കി. കടു താളിക്കുവാണേ. ഞങ്ങളുടെ ഇവിടെ കടുക് താളിക്കുക എന്നാട്ടോ പറയാം. നിങ്ങളവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഓക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ നെക്സ്റ്റ് പണി ഇനി ദോശ ഉണ്ടാക്കലാണ്. അപ്പോൾ അരി ഒന്ന് ആ അടുപ്പിൽ നിന്ന് കലമിറക്കി വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. കാരണം നല്ല ചൂടുണ്ട് കേട്ടോ അടുപ്പിൽ. പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാൻ പറ്റും. ഫസ്റ്റ് ദോശ എനിക്ക് എപ്പോഴും ഫ്ലോപ്പായി പോകാറുണ്ട് കേട്ടോ. മോൻ വന്ന് വിശപ്പിൻ്റെ വിളിയായിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടേ. പൊപ്പ എൻ്റെ കയ്യിലിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിരുന്ന് ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടവർക്ക് ഇപ്പോൾ ഒരു ശീലമായി കേട്ടോ. കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വേറെ വഴിയുമില്ല. ഇച്ചിരി ദോശ പിച്ച് വായിൽ വെച്ച് കൊടുത്തേ. ഈ വാതുറക്കുന്ന കണ്ടാത്തോന്ന് ഇപ്പോൾ 1-2 ദോശ തിന്ന് കളയുന്നു. എവിടുന്ന് തുപ്പിക്കളയൂ കേട്ടോ. ഒരു വട്ടം വെക്കുമ്പോൾ രണ്ടാമത്തെ വട്ടം നമ്മൾ വാതുറക്കത്തുമില്ല. അപ്പോൾ മോന് ദോശ കൊടുത്തു. അവനിരുന്ന് കഴിക്കുവാണേ. അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഏതായാലും അവൻ സൂപ്പറാന്ന് പറയൂ കേട്ടോ. അത് കൊള്ളില്ലെങ്കിലും പറയുവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ദോശ കഴിക്കാനിരുന്നു. എനിക്കും വിശപ്പിൻ്റെ വിളി വന്നു. കഴിക്കാനിരുന്നപ്പോൾ കുഞ്ഞിനെ നിലത്തിരുത്തിയതാണേ. അവൾ ഡോറ് തുറന്ന് എഴഞ്ഞ് പുറത്ത് പോയിട്ടുണ്ടേ. അത് നോക്കുവാണ്. മോൻ എടുത്തുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്